അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ. അമ്മാ ബഅദ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത വഅസീല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ജമ്മും കസറുമാണ് അല്ലേ. ആ വിഷയത്തിൽ എപ്പോഴും പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളും തർക്കങ്ങളും ഒക്കെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുന്നത്ത് ഫർള് നിസ്കരിച്ച് പോകാവോ, ജമ്മാക്കാവോ, അല്ലെങ്കിൽ കസറാക്കാവോ, കസറിനപ്പുറം സുന്നത്ത് വേണോ, അങ്ങനെ അങ്ങനെ ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് തന്നെ സെലക്ട് ചെയ്തതും. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം എൻ്റെ ആൻസർ എന്ന Q&A സെഷൻ പോലെ തന്നെയാണ് ഞാൻ എടുക്കുന്ന, ഒറ്റക്കാണെന്ന് മാത്രം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ആദ്യമായി തന്നെ ജമ്മ് എന്താണെന്ന് മനസ്സിലാക്കാം. ജമ എന്നാൽ എന്താണ്? ആക്ച്വലി നമുക്കറിയാം അല്ലെ, ജമാഅത്ത് എന്നതിൻ്റെ ഒക്കെ അർത്ഥം നമുക്കറിയാം അല്ലെ, ഒരുമിച്ച് കൂടൽ അല്ലേ. അത് തന്നെയാണ് ഇവിടുത്തെ ജമന്റെ അർത്ഥം. ഒരുമിച്ചാക്കൽ. അതായത് രണ്ട് നമസ്കാരങ്ങൾ ഒരേ സമയം നമസ്കരിക്കുന്നതിനെയാണ് നമ്മൾ ജമ ചെയ്യാന്ന് പറയുന്നത്. അതായത് ലഹറും അസറ. ഇവിടെ ചോദ്യം വരുന്നുണ്ട്. രണ്ട് നമസ്കാരങ്ങൾ ഒരു ഭക്തിൽ നമസ്കരിക്കുന്നതിനെയാണ് ജമ ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ യോജിപ്പിക്കുക, അതിനെ ഒരുമിച്ചാക്കുക എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പം ഏതെല്ലാം നമസ്കാരങ്ങളാണ് ഒരുമിച്ചാക്കുക എന്ന് നോക്കാം അല്ലെ. ലുഹറും അസറും. ലുഹർ അസറിനോടും അസർ ലുഹറിനോടും ആക്കാം. അതുപോലെ മഗ്രിബ് ഇഷായോടും ഇഷ മഗ്രിബിനോടും ആക്കാം. അതേസമയം ഇതിൽ നിന്ന് വേറെ വിട്ടിക്കുന്ന രണ്ടുപേരാണ് സുബ്ഹി മാത്രം അല്ലെ. സുബ്ഹിനെ സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കുക തന്നെ വേണം, ഒറ്റക്ക് തന്നെ നിസ്കരിക്കണം, ഭക്തിന് തന്നെ നമസ്കരിക്കണം. മാത്രവുമല്ല വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. എന്താണ്? 2 റക്അത്ത് സുന്നത്തും കൂടെ വേണം അല്ലേ. നമ്മൾ എവിടെ പോയാലും സുബ്ഹിയുടെ സുന്നത്തും തഹജ്ജുദും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്കും ആ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് ഉത്തമം. സുബ്ഹിയുടെ സുന്നത്ത് നമസ്കരിക്കണം, സുബ്ഹി കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കുകയും വേണം. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇശായിലേക്കോ ളുഹറിലേക്കോ ഒന്നും ജമഅ ചെയ്യാൻ പാടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹറു വൽ അസ്രി ജമീഅൻ വൽ മഗ്രിബി വൽ ഇഷാ ജമീഅൻ ഫീ ഗൈരി ഖൗഫിൻ വലാ സഫരിൻ. അതായത് പേടിയുടെ അവസരങ്ങളിലോ യാത്രയിലോ ആകുന്ന അവസരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവയെല്ലാം ജമഅ ചെയ്തിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ നമസ്കാരം ആക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ജമ്മ് ആക്കാം അല്ലേ. അതായത് മഴയില്ലാത്ത മഴ അല്ലാതെ ശക്തിയായ മഴയുള്ള അവസരങ്ങളിലും പേടിയുടെ അവസരങ്ങളിലും അല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ചും ളുഹറും അസറും ജമ്മാക്കി എന്നാണ് കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ മക്കയിലെ മിനായിൽ വെച്ചിട്ട് നമസ്കരിക്കുമ്പോൾ അതും എന്തായിട്ടാണ് ജമ്മും കസറായിട്ടാണ് നമസ്കരിക്കാറ്. അപ്പം ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയുടെ അവസരങ്ങളിലോ അതല്ല വല്ല ഭയപ്പാടുള്ള യുദ്ധമോ അങ്ങനെ എന്തെങ്കിലും വലിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്ന അവസരത്തിൽ നമുക്ക് ജമാഅക്കി നമസ്കരിക്കാം എന്നാണ് വ്യക്തമാക്കുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന്. പിന്നെ മറ്റൊരു ചാൻസ് എന്താ വെച്ചാൽ രോഗമുള്ള അവസരങ്ങളിലും ഇങ്ങനെ ജമാഅക്കാം എന്നാണ് പറയുന്നത്. അതിശക്തമായ മഴയുള്ളപ്പോൾ, പൊടിക്കാറ്റടിക്കുമ്പോൾ, അതിഭയങ്കരമായ തണുത്ത കാറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിന്റെ ഒന്നും കാറ്റല്ല, ഭയങ്കര ശീതക്കാറ്റുണ്ടാവും. ശീതക്കാറ്റ് എന്ന് വെച്ചാല് കാറ്റ് തന്നെ ഒരു ഹെവി കാറ്റായിരിക്കും, തണുത്തിട്ട് ആള് കോടിപ്പോണ ജാതി കാറ്റ്. അങ്ങനത്തെ കാറ്റൊക്കെ ഉള്ള അവസരത്തിലൊക്കെ പള്ളിയിലൊന്നും പോകാനൊന്നും പറ്റുന്നില്ല, വെള്ളം ചൂടുള്ള കിട്ടാൻ നിവൃത്തില്ല. അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലും ഭയപ്പാടുണ്ടാക്കുന്ന അവസരങ്ങളിലും ജമഅ അനുവദനീയമാണ്. പിന്നെ ആർക്കെല്ലാമാണ് അനുവദനീയമായിട്ടുള്ളത് എന്ന് നോക്കാം അല്ലെ. അതായത് രോഗമുള്ളവർക്ക് ഇപ്പം 2 നേരം അസറും ളുഹറും ഒന്നും വെവ്വേറെ നമസ്കരിക്കാനോ വുളു ചെയ്യാനോ ഒന്നും പറ്റൂല. അവർക്ക് അത്രക്ക്
വീക്കാണ്, ഡോക്ടർ അനങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എണീക്കരുതെന്ന് പറഞ്ഞിട്ട്, അങ്ങനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രോഗികൾക്കും ഈ ആനുകൂല്യം യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സ്വഹാബ വനിതയ്ക്ക് അതിഭയങ്കരമായ ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ജമ്മു ഖസ്ർ ചെയ്ത് നമസ്കരിക്കാൻ അവരോട് കൽപ്പിച്ചു. ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്, ബ്ലീഡിങ് നമുക്കറിയാം ഒരു 10-13 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് രോഗാവസ്ഥയിലാണ് കണക്കാക്കേണ്ടത്, മെൻസസിന്റെ അവസ്ഥയിലല്ല. അപ്പം നമുക്ക് കുളിച്ച് നമസ്കരിക്കാം. പിന്നെ ഇങ്ങനത്തെ അവസരത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും തന്നെ അന്ന് ഡോക്ടർമാരോട് പോയി ചോദിക്കുന്നതിന് പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദിച്ചിരുന്നതും ഹുക്കും എടുത്തിരുന്നതും ഒക്കെ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, പിന്നെ ഇങ്ങനത്തെ അവസരങ്ങളിൽ പിന്നെ മീൻസ് ഡോക്ടർമാരോട് ചോദിക്കാന്ന് പറയുന്നത് നമ്മൾ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പിന്നെ മരുന്നിന് വേണ്ടിയാണ് ഡോക്ടർമാരെ സമീപിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ മെൻസസ് സംബന്ധിച്ച കാര്യങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്നത്തെ സഹാബ വനിതകൾക്ക് ചോദിക്കാൻ ഒട്ടും മടി ഉണ്ടായിരുന്നില്ല. ആ വിഷയങ്ങളൊക്കെ അവര് സംശയങ്ങളൊക്കെ ചോദിച്ചു ക്ലിയർ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അവർക്ക് ഭയങ്കര ബ്ലീഡിങ്, അതായത് ളുഹർ നിസ്കരിച്ച് അന്നേരം പിന്നെയും ബ്ലീഡിങ് ആവും, അസറിന് പിന്നെയും കുളിക്കണം, അസറിന് കഴിഞ്ഞ് പിന്നെ മഗ്‌രിബാകുമ്പോ പിന്നെയും കുളിക്കണം, അതേ അവസ്ഥ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു നമസ്കാരം ഒറ്റ വക്തിൽ കുളിച്ചിട്ട് ശുദ്ധി ചെയ്ത് നമസ്കരിച്ചോളാം. രണ്ടും നമസ്കാരം ഒരുമിച്ച് ളുഹറിന് അസറിനോടോ അസറിനെ ളുഹറിനോടോ ജംആക്കി നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. അതായത് അസറിന്റെ വക്തിലോ അല്ലെങ്കിൽ ളുഹറിന്റെ ആദ്യ വക്തിലോ അവർക്ക് രണ്ട് നമസ്കാരം കൂടെ ഒരുമിച്ച് ആവുന്നതാണ്. പിന്നെ തതുല്യമായ പ്രയാസം അനുഭവിക്കുന്നവർക്കും ഇതുപോലെ നമസ്കരിക്കാം. ഇതുപോലത്തെ വേറെ എന്തെങ്കിലുമൊക്കെ വിഷമവും ബുദ്ധിമുട്ടും, ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ബ്ലീഡിങ്ങിന്റെ ഒരു വനിതനെ കൊടുത്തു എന്ന് മാത്രം, അതുപോലെ ബുദ്ധിമുട്ടുള്ളവർക്കും ആകാം. രണ്ട് നമസ്കാരങ്ങൾ ജമാക്കാം. പിന്നെ ഈ ഭയങ്കര ജോലി തിരക്കുള്ള ആളുകൾ മീൻസ് ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ, അതായത് ചില ഹാർട്ട് ഓപ്പറേഷനോ ബ്രെയിൻ സർജറിക്കൊക്കെ ന്യൂറോളജിക്കൽ സർജറിക്കൊക്കെ കയറി കഴിഞ്ഞാൽ 8 മണിക്കൂർ 12 മണിക്കൂർ തിയേറ്റർ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് നേരെ തന്നെയാണ്. ഡോക്ടർമാരപ്പം ഭയങ്കരമായിട്ട് എന്താ പറയാ, അതിന്റെ പിന്നെ ഹോസ്പിറ്റൽ പിന്നെ ICU തിയേറ്ററിന്റെ അകത്ത് തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ്. പല കണക്ഷനും വയറും ഒക്കെ കമ്പ്യൂട്ടറിൽ അവിടെയും ഇവിടെയൊക്കെ കൊടുത്തിട്ട് ഒരു മനുഷ്യന്റെ ജീവനും വെച്ച് കളിക്കുന്നതാണല്ലോ. അപ്പൊ അവർക്ക് കുറേ സമയം നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയി നിൽക്കുന്ന സമയത്തിൽ, പിന്നെ അതുപോലെ ചില എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും മണിക്കൂറുകളൊക്കെ എക്സാമാണ്, എക്സാമുകളിലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസരങ്ങളിൽ ഇങ്ങനത്തെ ക്രിറ്റിക്കൽ പിന്നെ സമയത്തൊക്കെ നമുക്ക് എന്താക്കാം, ഇതുപോലെ ജമാക്കി നമസ്കരിക്കാവുന്നതാണ്. ഇൻ അതർ കേസിലും ചില പകലിലോ രാത്രിയിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ജമ ചെയ്ത് നമസ്കരിക്കാം. കാനൻ നബിയും യജ്മാഉ ബൈനൽ മഗ്‌രിബി വൽ ഇശാഇ ഇദാ ജദ്ദ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലും ജമ അനുവദിച്ചു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇനിയിപ്പം ജമ എന്ന് പറയുന്ന ഏതെല്ലാം രീതിയിലുണ്ട് നോക്കാം അല്ലെ. ഒന്ന് ജമ്മു തഖദീം ഉണ്ട്, ജമ്മു തഖീർ ഉണ്ട്. അതായത് ളുഹറിന്റെ സമയത്ത് അസറിനെ ഇങ്ങോട്ട് തഖദീം ചെയ്ത് അതായത് മുന്തിച്ച് നമസ്കരിക്കുന്നതെയാണ് ജമ്മു തഖദീം എന്ന് പറയുന്നത്. ളുഹർ ബാങ്ക് കൊടുത്ത സമയത്ത് നമ്മൾ അസറും കൂടെ അങ്ങോട്ട് ജമ്മാക്കി നമസ്കരിക്കുകയാണെങ്കിൽ ജമ്മു തഖദീം എന്ന് പറയുന്നത്. അതല്ല ഇനിയിപ്പം ളുഹറിനെ അസറിന്റെ സമയത്തേക്ക് പിന്തിച്ച് നമസ്കരിക്കുന്നതിനെയാണെങ്കിൽ ജമ്മു തഖീർ എന്ന് പറയുന്നു. അപ്പൊ അത് രണ്ട് രീതിയിലുണ്ട്. ഇനി നമുക്ക് നോക്കാം കസ്ർ എന്താണെന്നല്ലേ. ഈ ജമ്മു കസ്ർ ആളുകൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പേരുകളാണ്. ഈ അറബി വാക്കുകൾ അധികം അർത്ഥം അറിയാത്തവർക്കാണ് ഇത് കൺഫ്യൂഷൻ അല്ലെ. ജമ എന്ന് പറഞ്ഞാൽ ജമാഅത്ത്, ഒരുമിച്ച് കൂട്ടുക അല്ലെ, മനസ്സിലാക്കുക. കസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കി നമസ്കരിക്കുക. അതായത് ളുഹർ അസർ ഇശ നമസ്കാരങ്ങളെ മാത്രമേ നമുക്ക് ചുരുക്കാൻ അനുമതിയുള്ളൂ. ഇതില് സുബ്ഹിയും മഗ്‌രിബും ഇതിൽ പെടൂല അല്ലെ. 4 ചുരുക്കി നമസ്കരിക്കുന്നതിനെയാണ് കസ്ർ എന്ന് പറയുന്നത്. ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ
ഞാൻ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ ഇവരുടെ കൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആരാ പറയുന്നത്? അബ്ദുല്ലാഹിബ്നു ഉമർ റിപ്പോർട്ട് ചെയ്തത്. ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അവരോടൊപ്പമൊക്കെ യാത്ര ചെയ്തപ്പോൾ അവർ 4-2 മാത്രമേ നമസ്കരിച്ചിട്ടുള്ളൂ അല്ലേ? നമുക്കറിയാം ഖുലഫാഉ റാഷിദീങ്ങളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ മുതലായവരോടൊപ്പമൊക്കെ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവർ 4-2 മാത്രമേ നമസ്കരിച്ചിട്ടുള്ളൂ. ഖസ്ർ ചെയ്തിട്ടാണ് നമസ്കരിച്ചത്. അപ്പോൾ യാത്രയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംഅ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞ ബുക്കിൽ ഇഷ്ടങ്ങൾ സെലക്ട് ചെയ്ത് എഴുതിയപ്പോൾ അതിൽ അള്ളാഹു അവന് അടിമകളെ ഇളവുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഇളവുകൾ സ്വീകരിക്കുന്നവന് അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് കണ്ടു അല്ലേ? അപ്പൊ നമുക്കറിയാം ചില ആളുകൾ, ഞാൻ ഒരിക്കലും ഒരു മാഹിയിലിട്ട് ഒരു കല്യാണത്തിന് പോയപ്പോൾ അതുപോലെ നിസ്കരിക്കാൻ നോക്കുമ്പോൾ ജമ്മാക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ഒന്നിച്ച് തിരിച്ചു വരുമ്പോ ഏതായാലും അസറ് കിട്ടൂല, അതുകൊണ്ട് അപ്പൊ അവിടെ ഒരാൾ വന്നു, നമ്മളൊന്നും ഇങ്ങനത്തെ ദൂരത്തൊന്നും നമ്മൾ ജമ്മാക്കൂലേ, എമ്മൊന്നും ആക്കണ്ട, ഫുള്ള് നിസ്കരിക്കണം, അങ്ങനെ വാശി പിടിക്കുന്ന ചിലരെയും കാണാം അല്ലെ? അപ്പം ഇത്തരം അവസരങ്ങളിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഇളവുകളെ എന്താണ് സ്വീകരിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം അല്ലെ? അതായത് യാത്രയിൽ നോമ്പ് ഒഴിവാക്കാം, വേണമെങ്കിൽ പിടിക്കാം കേട്ടോ, ആരോഗ്യമുള്ളവർക്കും ഒരു ടഫസ്റ്റ് യാത്രയൊന്നും അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്ത, നമ്മൾ വെറുതെ ജസ്റ്റ് കാറിൽ പോയി അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോണ യാത്ര ബുദ്ധിമുട്ടില്ലെങ്കിൽ പിടിക്കുന്നതുകൊണ്ട് വിരോധമില്ല, പക്ഷെ നോമ്പ് ഒഴിവാക്കാം. അതുപോലെ രോഗിയായവര്, മുലയൂട്ടുന്ന അമ്മമാര്, അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് അള്ളാഹു ഇളവ് അനുവദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇളവ് സ്വീകരിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, പല സന്ദർഭങ്ങളിലും ഞാൻ പല സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കൗമും നമ്മളെ ആശയക്കാരും തന്നെ ആണെങ്കിൽ പോലും അവരൊക്കെ ഈ വിഷയങ്ങളിൽ സ്വന്തമായ ഒരു അഭിപ്രായവും പറഞ്ഞു വിട്ടുകയും അങ്ങനൊന്നുമില്ല, അവിടെ ഒന്നും ജമ്മു പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഇളവുകൾ മാനവരാശിക്ക് അള്ളാഹു യാതൊരു ദുർറും ഉദ്ദേശിക്കുന്നില്ല, നമുക്കെല്ലാം എളുപ്പമാണ് അല്ലെ? അത് നമ്മൾ ദുആ ചെയ്യലുണ്ടല്ലോ അല്ലെ? അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല അൻത തജഅലുൽ ഹസന ഇദാ ശഅത സഹല. രാവിലെ നമ്മൾ അടുക്കളയിലേക്കോ വീട്ടുജോലിക്കൊക്കെ രാവിലെ അല്ലെങ്കിൽ പിന്നെ പഠിക്കാനോ ഒക്കെ തുടങ്ങുമ്പോൾ അത് പറയാം അല്ലെ? ആദ്യം തന്നെ ഖുർആനും പഠിപ്പും ദിക്റും ഒക്കെ ആയിരിക്കുമല്ലോ, പിന്നെ നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങുന്നുള്ളൂ. അപ്പൊ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങും, അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരാൻ. അള്ളാഹു എളുപ്പമാക്കി തന്നതിന് നമ്മൾ വെറുതെ കൊണ്ടുവച്ച് പ്രയാസമാക്കണ്ട. അത് ഞാൻ കുട്ടികളോടൊക്കെ ബോംബെയിലോ മൈസൂരൊക്കെ പോയി നിൽക്കുമ്പോൾ അങ്ങനെ ജമ്മാക്കി നിസ്കരിക്കുമ്പോൾ കുട്ടികളൊക്കെ സുമ ഏതെങ്കിലും ഒരു ഹദീസ് ഒന്ന് പരിശോധിച്ച് നോക്കി, ഇനി നിങ്ങൾ നമ്മളെ വീട്ടിൽ താമസിക്കാൻ വരുമ്പോൾ നമുക്കും ജമ്മാക്കിയാൽ മതിയോന്ന്, കാരണം കുട്ടികൾക്ക് നിസ്കരിക്കേണ്ട, അവർക്ക് 2 നിസ്കരിച്ചാൽ മതിയോന്ന് വിരുന്നുകാരുള്ളപ്പോ ഞാൻ പറയേ അയറ്റാൽ ഹദീസൊന്നും ഇല്ല, അങ്ങനെ മടിയന്മാരാവണ്ട നിങ്ങൾക്ക് നല്ല സുഖല്ലേ, ഇങ്ങനെ കുറച്ച് നിസ്കരിച്ചാൽ മതി എന്നറിയും. അപ്പൊ അവർക്ക് ഫുള്ള് നിസ്കരിക്കണല്ലോ. അതിന് മക്കള് ചോദിക്കും അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോന്ന് ചോദിക്കുമ്പോ, നമ്മള് വിരുന്നുകാര് വരുമ്പോ നമുക്ക് പിന്നെ രണ്ടാക്കാനുള്ള വല്ല വകുപ്പുണ്ടോ? അങ്ങനെ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ആ ഇളവ് സ്വീകരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പിന്നെ അൻ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല വഖാല ലാ യസീദു ഫിസ്സഫരി അലാ റകഅത്തൈനി അബാ ബക്കറി ഉമറി ഉസ്മാന് കദാലിക്ക. അപ്പം ഇവരാരും തന്നെ യാത്രയിൽ 4 റക്അത്ത് 2 റക്അത്ത് ആക്കാതെ നമസ്കരിച്ചിരുന്നില്ല. എന്നപ്പം യാത്രയിൽ അവരൊക്കെ ഖസ്ർ സ്വീകരിച്ചിരുന്നു, അതുകൊണ്ട് നമുക്കും സ്വീകരിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ചോദ്യം, വീട്ടിൽ വെച്ച് ഖസ്ർ പാടുണ്ടോ? ജമ്മാക്കാൻ ഖസ്ർ അപ്പൊ വീട്ടിൽ വെച്ച് ജമ്മാക്കാവോ എന്നൊക്കെ. അപ്പൊ ജമ ആക്കാം, ഇതുപോലത്തെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ജമ ചെയ്യാം, പക്ഷെ വീട്ടിൽ ഖസ്ർ ഇല്ല, മനസ്സിലാക്കിക്കോളെ. വീട്ടിൽ ചുരുക്ക നമസ്കാരമില്ല കേട്ടോ. വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ഫുള്ള് തന്നെ നമസ്കരിക്കണം. പിന്നെ ഇനിയിപ്പോ നമ്മള് യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ നമ്മള് ചിലപ്പോൾ ടൗണിൽ നിന്ന് പുറപ്പെട്ട് 6 മണിയൊക്കെ ആകുമ്പത്തി ഇവിടെ എത്തിക്കും, അസർ പോവോ ഇല്ലേ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷനുള്ള അവസരങ്ങളിലൊക്കെ എങ്ങനെ നിസ്കരിക്കണം എന്നൊക്കെ ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ലാ യസീദു ഫി സഫരി അല്ലെ? അപ്പൊ യാത്രയിലല്ലാണ്ട് ഖസ്ർ അനുവദിച്ചിട്ടുള്ള ഇല്ല. വൈൽ ട്രാവലിൽ, അതായത് യാത്രയിൽ അധികരിപ്പിക്കേണ്ടതുമില്ല. പിന്നെ ഹജ്ജിന്റെ അവസരങ്ങൾ മിനായിലും
രണ്ട് രണ്ടാക്കിയിട്ട് മീനയിലും മറ്റേ നമ്മളിവിടെ എന്താണ് മീനയിലെ ടെന്റിലൊക്കെ നിൽക്കൂല, അപ്പോൾ രണ്ടും രണ്ടും മതി. അത് നമ്മളൊക്കെ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും, ടെന്റിൽ ഏകദേശം 100 ആളടുത്തൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ അവരെല്ലാം കിടക്കുമ്പോൾ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വിളിക്കും, വരി നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ, രണ്ടും രണ്ടും. അതേ നമ്മളൊന്നും ഈ രണ്ടും രണ്ടും നിസ്കരിക്കൂലേ, നമ്മൾ നാലും നാലും നിസ്കരിക്കുന്നല്ലാന്നും പറഞ്ഞ് അവര് മാറി നിന്ന് ഒറ്റക്ക് ഇന്നലെ ടെന്റിൽ ജമ്മ കിട്ടൂലല്ലോ, അപ്പൊ നമുക്ക് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാലോ. പക്ഷെ വരികയില്ല, അവരൊക്കെ 4 നമസ്കരിക്കുകയും ചെയ്യും. അപ്പൊ പ്രവാചകന്റെ സുന്നത്തും കൂടാണ് അവിടെ ജമ ആക്കൽ അല്ലേ. അപ്പൊ നമ്മൾ അതിനെ നിഷേധിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചവരെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക. അപ്പം യാത്രയിലും മീനായിലും ഒക്കെ കസർ അനുവദനീയമാണ്. പിന്നെ ഏതൊക്കെ നമസ്കാരം ജമ്മുവും കസറും ആക്കാം എന്നുള്ളതിന്റെ ചോദ്യം നമ്മൾ ഉത്തരം പറഞ്ഞതാണല്ലോ അല്ലെ. ലുഹർ അസറിനോടും അസർ ലുഹറിനോടും, അതുപോലെ മഗ്രിബ് ഏഷായോടും ഏഷ മഗ്രിബിനോടും ജമ്മ ആക്കാം. പിന്നെ സുബ്ഹി ഒറ്റക്ക് മാത്രമേ പാടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കണ്ടേ, മഗ്രിബ് പിന്നെ കസർ ചെയ്യാൻ പാടില്ല. മഗ്രിബിന് 3 തന്നെ, സുബ്ഹിക്ക് 2 തന്നെ, അത് രണ്ടും കസർ ചെയ്യാൻ പാടില്ല. ഏകദേശമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. പിന്നെ 18ാമത്തെ ചോദ്യം, ഏത് യാത്രയാണ് ഒരു യാത്രയായി കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അതായത് നമുക്കറിയാം നോമ്പ് ഒഴിവാക്കാൻ പറ്റിയ, നമസ്കാരം ജമ്മ ആക്കാൻ അനുമതിയുള്ള പിന്നെ യാത്ര ഏതാണെന്ന് അല്ലേ. യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്ര ഉണ്ട്. ചിലപ്പോൾ നല്ല ട്രാഫിക് ജാം ഉള്ള ദിവസത്തിൽ കോഴിക്കോട് നിന്നും കണ്ണൂർ തലശ്ശേരി എത്തുന്ന അതേ സമയം കൊണ്ട് ആള് ദുബായിലെത്തും അല്ലേ. ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് ദുബായിലെത്തും. പക്ഷെ ഇവിടുന്ന് കണ്ണൂർ എത്തണമെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ 2, 3, 4 മണിക്കൂർ വന്നേക്കാം. അപ്പൊ നമ്മൾ ഏത് യാത്രയാണ് യാത്രയായി പരിഗണിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഏകദേശം 80 കിലോമീറ്റർ, എബവ് 75 കിലോമീറ്റേഴ്സ് ഉള്ള യാത്രയാണ് പിന്നെ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ യാ അഹ്ലുൽ മക്ക യാത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു യാത്രയായി പരിഗണിക്കുന്ന യാത്ര അല്ലേ. അത് 4 ബുർദിനേക്കാൾ കുറഞ്ഞ ദൂരമുള്ളപ്പോൾ കസർ ചെയ്യരുത്. അതായത് 4 ബുർദ് എന്ന് പറഞ്ഞാൽ നമ്മളെ കിലോമീറ്ററിന് പകരം അവർ ഉപയോഗിക്കുന്ന ഒരു മെഷർമെന്റ് ആണ്. അതായത് 78, 75 ടു 80 കിലോമീറ്റർ വരെ. അതിപ്പോ നമുക്ക് നമ്മളെ സാധാ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് ഒരു കണ്ണൂർ പോകുന്നവർക്ക്, തലശ്ശേരി കഴിഞ്ഞവർക്ക്, അങ്ങനെയുള്ളവർക്ക് എന്താക്കാം, ജമ്മാക്കാം. ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്ററിന്റെ അടുത്താണ് കണ്ണൂരൊക്കെ ഉള്ളത്. അപ്പൊ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരുന്നവർക്കും ഇവിടുന്ന് കണ്ണൂർ പോകുന്നവർക്കും തലശ്ശേരി കഴിഞ്ഞാൽ ജമ ആക്കാം അല്ലെ. തലശ്ശേരി കഴിയുമ്പോഴേ ഉള്ളൂ ഏകദേശം ആ ദൂരം ആകുക. അപ്പോൾ സൗദി പണ്ഡിത സഭയുടെ ഇജ്തിമാ അനുസരിച്ച് ഇബ്നു ഉമറും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ കാന യുസല്ലി റകഅത്തൈനി യുഫ്തിറാനി. അതായത് നോമ്പും ഇങ്ങനത്തെ യാത്രകളിൽ അവർ 2 റകഅത്തും നമസ്കരിച്ചിരുന്നു, നോമ്പും ഉപേക്ഷിക്കുന്നു. അതായത് കണ്ണൂർ വരെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നോമ്പും ഉപേക്ഷിക്കാം, നമസ്കാരം കസർ ചെയ്യുകയും ചെയ്യാം അല്ലെ. അപ്പൊ ഏത് യാത്രയാന്നുള്ളത് മനസ്സിലായി. പിന്നെ ഉദാഹരണമായി തന്നെ തലശ്ശേരി, ഇവിടുന്ന് ഇപ്പം മലപ്പുറത്തേക്ക് എത്ര കിലോമീറ്റർ ആണെന്ന് അറിയില്ല അല്ലെ. കോഴിക്കോടും കണ്ണൂരുള്ള കിലോമീറ്റർ എനിക്ക് ഏകദേശം അറിയാം, അതുകൊണ്ട് അത് പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഡെയിലി ജോബ് റിലേറ്റഡ് ആയിട്ട് എംപ്ലോയീസ്, അതല്ല കൂലിപ്പണിക്കാര്, ഡെലിവറി ബോയ്സ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, മറ്റാരുമാകട്ടെ ഇവരൊക്കെ ഈ കിലോമീറ്ററിന്റെ പരിധി വിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നെ ജമ ആക്കാം അല്ലെ. യാത്രയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസരത്തിലും ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ് അല്ലെ. മാതാമ യുസമ്മ സഫർ, ഇത് യാത്ര, അതായത് ചില യാത്രകൾ ദൂരം അധികം ഉണ്ടാവൂല, പക്ഷെ എന്നാലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബസ് കയറി അവിടെ ഇറങ്ങി അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് കുറെ നടന്ന് അങ്ങനെയൊക്കെ പോകേണ്ട ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്ഥലത്ത് നമുക്ക് ജമ്മ് അനുവദനീയമാണ്. ഉലമാക്കളുടെ അഭിപ്രായത്തിൽ ഇതിനെയൊക്കെ ഒരു യാത്ര എന്ന് പറയുന്നു. അതായത് ഏതൊരു യാത്ര ഹൗ മച്ച് കിലോമീറ്റേഴ്സ് എന്ന് നോക്കാതെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെങ്കിലും ജമ ചെയ്യാം. ഇപ്പൊ നമ്മള് കണ്ണൂരൊക്കെ പോവാണ്, അത് എളുപ്പത്തിൽ ട്രെയിനിലോ കാറിലോ ബസ്സിലൊക്കെ പോവാണെങ്കിൽ എളുപ്പത്തിൽ എത്തും. എന്നാലും ദൂരപരിധി വിട്ടത് കൊണ്ട് നമുക്ക് ജമ ചെയ്യാം. പക്ഷെ അതല്ല ഇനിയിപ്പോ അടുത്ത പ്രദേശമാണ്, പക്ഷെ അവിടെ പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒന്നോ രണ്ടോ ബസ് കയറിയിട്ട് എന്നിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ അടിച്ച് നടന്ന് അങ്ങനെയൊക്കെ ഒരുപാട് സീരിയസ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ
അവിടെയും കിലോമീറ്റർ നോക്കാതെ നമുക്ക് ജമ ചെയ്യാം അല്ലെ. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ഫത്വകളും ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതും ഇതും പാടുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ ഇത് അഥവാ ഇഫ് യു ഹാവ് ഡൗട്ട്, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, 80 കിലോ ഉണ്ടെങ്കിൽ ലാ ശക്ക ഫീഹി, 80 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പിന്നെ യാതൊരു സംശയവും വേണ്ട അല്ലെ. നമ്മൾ പോകുന്ന സ്ഥലത്തിൽ നമുക്ക് ഡ്രൈവറോട് ചോദിച്ചാലോ കിളിനോട് ചോദിച്ചാലൊക്കെ മനസ്സിലാവും അങ്ങോട്ട് എത്ര യാത്ര ചെയ്യണം അല്ലെ. ഇപ്പൊ ഗൂഗിൾ അടിച്ചു നോക്കിയാലും അറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ലാ ശക്ക ഫീഹി, അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജമ ചെയ്യാം. മേ ബി എനി പ്രോബ്ലം, ഇനിയിപ്പോ 80 കുറവാണെങ്കിലും ആക്കാം. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ബില്ലാഹി തൗഫീഖ്. അല്ലാഹു പിന്നെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെ ഇത്രയും വലിയ ആകാശ ഭൂമികളെ പടച്ചുണ്ടാക്കി അല്ലെ. ഹലക്ക സമാവാതി വല്ലാർലി വമാ ബൈനഹുമ അല്ലെ. സിത്തത്തി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർഷ്, അതായത് ആകാശങ്ങളെയും ഭൂമികളെയും ഉണ്ടാക്കി എന്നിട്ട് അർശുണ്ടാക്കി അർശിലാരോഹണം ചെയ്യുന്ന അള്ളാഹു ഈ മനുഷ്യരുടെ നിസാരമായ അല്ലെ, മനുഷ്യന്മാരുടെ ഓരോ ഭക്ത നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും അള്ളാഹു എന്താണ്, ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആണ് അല്ലെ. നമ്മൾ വലിയ ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണമാവും, ബുദ്ധിമുട്ടാവും, പോയി കഴിഞ്ഞാൽ അവരായിട്ട് നമുക്ക് സംസാരിച്ചിരിക്കണം അല്ലെ. നമ്മളിപ്പോ എവിടെയെങ്കിലും വിരുന്ന് ചെന്നാൽ ലൊഹറിന് 4 അപ്പുറം, ലൊഹറിന് 4 ഇപ്പുറം, അവസാനം അങ്ങനെ നിസ്കരിക്കാനും നമുക്ക് നേരം ഉണ്ടാവില്ല. അസറാകുമ്പത്തേ നമ്മൾ തിരിച്ചു പോരും. അപ്പൊ അവരോട് 4 വാക്ക് സംസാരിക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് തന്ന ഒരു ഇളവാണ്. അതുപോലെ ഇവിടെ പറയുന്നത് ചിലപ്പോ 80 കുറവായ യാത്രയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജമ ചെയ്യാം അല്ലെ. പിന്നെ 11ാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് കസറ് ചെയ്യേണ്ടത്? അതായത് വീട്ടിൽ വെച്ച് കസറ് പറ്റുമോന്ന്. വീട്ടിൽ വെച്ചിട്ട് പിന്നെ കസറ് പാടില്ല അല്ലെ. പിന്നെ എവിടെ വെച്ചാകാം, പിന്നെ എവിടെല്ലാം വെച്ചിട്ടാണ് നമുക്ക് കസർ അനുവദനീയമായത്. പിന്നെ വേർ ടു ഗെറ്റ് പെർമിഷൻ ടു സ്റ്റാർട്ട് ജമ്മൻ കസർ, പിന്നെ ജമ്മും കസറും സ്റ്റാർട്ട് ചെയ്യാനുള്ള പിന്നെ പെർമിഷൻ എവിടെ മുതലാണെന്നുള്ളത്. അതായത് സഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹറ ഫി മദീനത്തി അർബാ, അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ വെച്ച് 4 റകാത്ത് ളുഹർ നമസ്കരിച്ചു. എന്നിട്ട് സുമ്മ സഫറ, പിന്നെ യാത്ര ചെയ്തു. ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോകാൻ ഒരുങ്ങാണ് വെച്ചോളൂ. അപ്പൊ ളുഹർ കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ വീട്ടിൽ വെച്ച് 4 നമസ്കരിച്ചു. പിന്നെ യാത്രക്കാരനായിട്ട് വീട്ടിൽ നിന്ന് യാത്ര പോകാൻ വേണ്ടി വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ സുന്നത്ത് വേണം കേട്ടോ. വീട്ടിൽ വെച്ചാവുമ്പോൾ പിന്നെ മുമ്പുള്ള സുന്നത്തും പിൻപുള്ള റവാത്തിബ് സുന്നത്തുകളും ഒക്കെ നമസ്കരിക്കേണ്ടതാണ്. പിന്നെ ഉമറ ദുൽകിഫിലി റകാത്തൈനി, പിന്നെ അവര് അസറിന്റെ സമയത്ത് പിന്നെ ദുൽകിഫിൽ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ വെച്ച് 2 റകാത്ത് അസർ നമസ്കരിച്ചു എന്നാണ്. അപ്പൊ മേൽപ്പറഞ്ഞ ഹദീസിന്റെ അല്ലാത്ത വേറൊരു ഹദീസാണിത്. അതായത് മദീനയിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ദുൽഖഫയിലേക്കുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ 4 റകാത്ത് നമസ്കരിച്ചിറങ്ങി ദുൽഖഫയിൽ എത്തിയപ്പം അവിടുന്ന് 2 റകാത്താണ് അസർ നമസ്കരിച്ചിട്ടുള്ളത് എന്ന് കാണാം. ഈ അടിസ്ഥാനത്തിൽ അത് ഒരു ഹദീസാണ്. വീട്ടിന്റെ നിയറസ്റ്റ് സ്ഥലത്ത്, അതായത് നമ്മളെ വീട്ടിൽ വെച്ചോ വീട്ടിന്റെ അടുത്തുള്ള പ്രദേശം, ഇപ്പൊ ഞാൻ താമസിക്കുന്ന പാവങ്ങാടാണ്. ഈ പാവങ്ങാടിന്റെ ചുറ്റുപാട് പുതിയങ്ങാടി ഏരിയയിലൊന്നുള്ള പള്ളിയിലല്ലാതെ അതിൽ ദൂരെയുള്ള പള്ളികൾ, അതായത് ടൗണിൽ വെച്ചോ അങ്ങനെ അപ്പുറത്തൊക്കെ ഉള്ള പള്ളികളിൽ വെച്ചോ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, കസറാക്കാം എന്നും കൂടെ കാണുന്നു. നമ്മുടെ സ്വന്തം നാടിന്റെ നിയറസ്റ്റ് സൂക്ക് അങ്ങാടികളൊക്കെ ഒഴിച്ച് കുറച്ച് ദൂരമുള്ള സ്ഥലത്ത് എത്തിയാൽ ജമ്മും കസറും ആക്കാം എന്നും കൂടെ കാണുന്നു. അത് 2 ടൈപ്പ് ഹദീസും പറയുന്നുണ്ട്. അതായത് 75 കിലോമീറ്ററിലധികം വേണമെന്നും പറയുന്നുണ്ട്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനത്തുനിന്നും ദുൽഖിഫയിലേക്ക് പോകുമ്പോൾ വെറും 2.5 കിലോമീറ്റർ ആയിട്ട് പോലും ജമ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും സ്പെഷ്യൽ പിന്നെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ നാടും വീടും വിട്ട്, വീടൊന്നും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജമ ചെയ്യാം എന്നതിന്റെ ഒരു തെളിവാണത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ജമ്മു തഖീർ ജമ്മു തഖദീം ആണോ ഉത്തമം അല്ലെ. നമ്മള് ളുഹറിന്
അസറിലേക്ക് കൊണ്ടുപോകലാണോ ഉത്തമം, അസറിനെ ലുഹറിലേക്ക് കൊണ്ടുവരുത്താണോ ഉത്തമം എന്നാണ് ഇവിടെ ചോദ്യം. മനസ്സിലായില്ലേ? അങ്ങനെ രണ്ടും പിന്നെ നമുക്ക് അനുവദനീയമാണ്, അലൗഡ് ആണ് അല്ലെ. ലുഹറിനെ അങ്ങോട്ടും കൊണ്ടുപോവാ, അസറിനെ ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ട്രാവൽ ചെയ്തു ബിഫോർ ലുഹറിന് മുമ്പേ. അതായത് നമ്മളിപ്പോ എവിടെങ്കിലും ഒന്ന് പോകാനിരിക്കുക, അതൊരു കല്യാണത്തിന് അതൊരു പാർട്ടിക്ക് ഒരു ദൂരെ, അപ്പൊ നമ്മൾ ലുഹറിന് മുമ്പേ ആണ് ഇവിടുന്ന് ഇറങ്ങിയത് എന്ന് വിചാരിച്ചോളി. ബാങ്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ 12 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് 12:30 12:15 അല്ലേ ലുഹർ കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് നിസ്കാരം പാടില്ല. അപ്പൊ 12 മണിക്ക് ഇറങ്ങിയിട്ടുള്ള നമ്മള് പിന്നെ എന്താക്കണം, യാത്ര ചെയ്ത് ലുഹറിനെ അസറിലേക്ക് ജമ്മു തഹീർ ചെയ്യാം അല്ലെ. അതായത് അസറിലേക്ക് നമുക്ക് ജമ്മാക്കിയിട്ട് നമസ്കരിക്കാം, പിന്തിപ്പിച്ച് ജമ്മാക്കാം അല്ലെ. അപ്പം യാത്രയില് മഗ്‌രിബാണെങ്കിലും അതുപോലെ മഗ്‌രിബ് നമ്മൾ ഇപ്പൊ അസറിന് ശേഷം പുറപ്പെട്ട് അത് മഗ്‌രിബ് ആയിട്ടുമില്ല, മഗ്‌രിബ് നമസ്കരിച്ചിട്ടുമില്ല എങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് എത്തുമ്പോഴോ വഴിയിൽ വെച്ചോ നമുക്ക് എന്താക്കാം, മഗ്‌രിബിനെ ഇശായിലേക്ക് ജമ്മു തഹീർ ചെയ്യാം അല്ലെ. അങ്ങനെ പിന്നെ അസറും പിന്നെ ഇതുപോലെ പിന്നെ ളുഹറും ഒക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമസ്കരിക്കാം. പക്ഷെ നമ്മൾ ബാങ്കിന്റെ മുമ്പേ ആണ് പുറപ്പെട്ടതെങ്കിൽ ബാങ്ക് കൊടുത്തിട്ട് ജമ്മു തഹീർ ആക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ ഭക്തിന് മുമ്പേ പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് പിന്തിപ്പിച്ച് നമസ്കരിക്കാം അല്ലെ. അതായത് ളുഹർ ഒരു 12 മണിക്ക് ളുഹർ ബാങ്ക് കൊടുക്കുന്ന മുമ്പേ പോവുകയാണെങ്കിലും, ഇനി അതല്ല മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്ന മുമ്പേ പോവുകയാണെങ്കിലൊക്കെ നമുക്ക് അപ്രകാരം ചെയ്യാം. ഇനി യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയാൽ എത്ര ദിവസം വരെ ജമ ആക്കാം അല്ലെ. അത് നമുക്കൊരു ചോദ്യം. അപ്പൊ മക്കളുടെ അടുത്തൊക്കെ പോണവരും ഗൾഫ് പോണവരും അങ്ങനെ പല യാത്രകൾ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് എത്ര ദിവസം വരെ ജമ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പല ഫത്വകളും പല ഹദീസുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അല്ലെ. അതായത് 3 ദിവസം വരെ ജമ ചെയ്യാം, 4-മത്തെ ദിവസം മുതൽ ഫുള്ള് നമസ്കരിക്കണമെന്നാണ് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഹാജിറുകൾ 3 ദിവസം നിന്നാൽ യാത്രയുടെ ഹുക്കും ആകും, 3-ൽ കൂടിപ്പോയാൽ മുഖീമുകളായി പോകും. മുഖീം എന്ന് പറഞ്ഞാല് നമ്മളെ സ്ഥലത്ത് താമസക്കാരെ കൊണ്ടാണ് മുഖീമുകൾ എന്ന് പറയുന്നത്. അപ്പൊ 3 ദിവസത്തിൽ കൂടുതൽ മക്കയിൽ താമസിച്ച മുഹാജിറുകളോട് അള്ളാഹു സുബ്ഹാനഹു അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ള് നമസ്കരിക്കണം അല്ലേ. പിന്നെ രണ്ടാമത്തെ ഒരു ഒപ്പീനിയൻ, അത് അന്ന് അങ്ങനെ 3 ദിവസത്തെ കണക്ക് പറഞ്ഞു. പിന്നെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, നിങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയ്ക്ക് 13 ദിവസം നിങ്ങൾ ഒരു മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെങ്കിലും പോയി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജമ്മും കസറും ആക്കാം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 19 ദിവസം താമസിച്ചപ്പോഴൊക്കെ ജമ്മും കസറുമാക്കി നമസ്കരിച്ചു. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഓഫറുകൾ നമുക്ക് ഇട്ട് തരുന്ന എന്തിനാ വെച്ചാൽ നമുക്ക് രണ്ടും അനുവദനീയമാണ്, രണ്ടും ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പം 19 ദിവസം വരെ ജമ്മാക്കിയും പിന്നെ കസറാക്കിയും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു എന്ന് കാണാം. അപ്പൊ രണ്ടും നമുക്ക് അലൗഡ് ആണ്. 3 ദിവസം വരെ നിസ്കരിച്ച് പിന്നെ ഫുള്ള് നിസ്കരിക്കുന്നതാണെങ്കിൽ അങ്ങനെ, അതല്ല 19 ദിവസം വരെ ജമ ആക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയും ഒരു തേർഡ് ഒപ്പീനിയൻ, മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ പോയാൽ തിരിച്ചു വരും. നോ ഐഡിയ, വി ഹാവ് നോ ഐഡിയ ഹൗ ലോങ് വി വിൽ സ്റ്റേ ദർ. നമ്മൾ എത്ര ദിവസം അവിടെ നിൽക്കും നമുക്കൊരു ഐഡിയ ഇല്ല അല്ലെ. സച്ച് കേസസ്, ഇങ്ങനത്തെ കേസുകളിൽ, സച്ച് ഒക്കേഷൻസ്, ഇങ്ങനത്തെ അവസരങ്ങളിൽ വാട്ട് വി വിൽ ഡു, നമ്മൾ എന്താ ചെയ്യുക. മേ ബി 10 days, ചിലപ്പം 10 ദിവസം നിന്നാൽ മതിക്ക്, ചിലപ്പം 30 ദിവസം, നോ ഐഡിയ. ചില സ്ഥലത്തൊക്കെ എന്തെങ്കിലും ആക്സിഡന്റോ മറ്റുള്ള കേസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ ശരിയാക്കാനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിറ്റിട്ട് അതിനെന്തെങ്കിലും ഗുലുമാലുകളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ദിവസം സർക്കാർ ഓഫീസുകളിലെ കേസുകളും നൂലാമാലകളും ഒക്കെ ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാവില്ല, നമ്മൾ പോയി എത്ര ദിവസം അവിടെ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ പ്രോബ്ലം ഉള്ള സ്ഥലത്തൊക്കെ സോൾവ് ചെയ്യുന്നത് വരെ അത്രയും ദിവസം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പണ്ഡിതന്മാരുടെ
ഇജ്തിമാ അനുസരിച്ച് ഇത്തരം കേസുകളിൽ അല്ലെ പ്രോപ്പർട്ടി പ്രോബ്ലം എന്തെങ്കിലും സ്റ്റഡി ക്ലാസ്സുകൾ എന്തെങ്കിലും ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അത്രയും ദിവസം കഴിഞ്ഞിട്ടേ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ദിവസങ്ങളിലൊക്കെ അത്രയും ദിവസം നമുക്ക് എന്താക്കാം ജമാക്കാം എന്നാണ് കാണുന്നത് അല്ലെ 19 ദിവസം എന്നുണ്ട് ഒരു ഹദീസ് വന്നിട്ടുണ്ട് പിന്നെ 3 ദിവസം എന്ന് വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാല് നമ്മൾ കുറേ ദിവസം നിൽക്കുക ഒരു ക്ലാരിറ്റിയും ഇല്ല എത്ര ദിവസവും നമുക്ക് അറിയൂല അല്ലെ അങ്ങനെയുള്ള അവസരങ്ങളിലും നമുക്ക് ജമ്മു കസറാക്കാം പിന്നെ ഇപ്പൊ നമുക്കറിയാം ഭാര്യയും ഭർത്താവും അല്ലെ ഭർത്താവിന്റെ വീട്ടില് ഭാര്യ പോകുന്നു ഭാര്യന്റെ വീട്ടിൽ ഭർത്താവ് വന്ന് താമസിക്കുന്നു അതുപോലെ നാട്ടിലെ പ്രവാസികൾ അവര് ഗൾഫിൽ താമസിക്കുന്നു ഇവിടെ വരുന്നു അല്ലെ അങ്ങനെയുള്ള ബിക്കെയും രണ്ട് സ്ഥലത്തും പൂർത്തീകരിച്ച് നമസ്കരിക്കണം കാരണം ഇവരൊക്കെ മുഖീമുകളാണ് അല്ലെ ഭാര്യന്റെ വീട്ടിൽ പോയ അല്ല ഭർത്താവിന്റെ വീട്ടിൽ പോണ ഭാര്യയും സ്വന്തം വീട്ടിൽ വരുന്ന ഭാര്യ അതുപോലെ പിന്നെ പ്രവാസികളായിട്ട് നാട്ടിലെത്തുന്ന സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവർക്ക് ജമ്മും കസറും ഇല്ല ബിക്കോസ് എന്താ കാരണം അവരെ വീട് തന്നെയാണ് അത് നാട്ടിലുള്ളതും അവരെ വീടാണ് ഗൾഫിലുള്ളതും അവരെ വീട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ രണ്ട് സ്ഥലത്തും പിന്നെ ജമ അനുവദിക്കുന്നില്ല രണ്ട് സ്ഥലത്തും പൂർത്തീകരിച്ച് നമസ്കരിക്കണം എക്സാമ്പിൾ രണ്ട് ഭാര്യയുള്ള ഒരു ഭർത്താവാണെങ്കിൽ രണ്ട് ഭാര്യമാരെടുത്തും അദ്ദേഹം പോയി താമസിക്കുന്നുണ്ട് അല്ലെ അപ്പൊ രണ്ട് സ്ഥലത്തുനിന്നും അയാൾക്ക് എന്താക്കണോ ഉള്ളു തന്നെ നമസ്കരിക്കണം പിന്നെ ബിസിനസ് ട്രിപ്പുമായിട്ട് ഇടക്കിടക്ക് അതായത് ഡൽഹിയിൽ ഒരു മാസം നിൽക്കും പിന്നെ ബോംബെയിൽ ഒരു മാസം അങ്ങനെ പല സ്ഥലങ്ങളിലും ഫീൽഡ് വർക്കുള്ള പല ഓഫീസേഴ്സിനെയും നമുക്ക് കാണാം അല്ലെ അവരും ആണെങ്കിലും എന്താക്കണം പൂർത്തീകരിച്ച് നമസ്കരിക്കണം അല്ലെ അവർക്ക് ഡൽഹിയിൽ നിന്ന് ലോഡ് കയറ്റാനുണ്ടാകുമ്പോൾ അവിടെ താമസിക്കണം അവിടുന്ന് ബോംബെയിൽ വരുമ്പോൾ ബോംബെന്ന് കുറെ ദിവസം താമസിക്കണം അപ്പൊ അയാൾക്ക് അതൊക്കെ അയാൾ അവിടൊക്കെ ഒരു മുഖീമാണ് അല്ലെ അതുകൊണ്ട് അവിടൊക്കെ പൂർത്തീകരിച്ച് നമസ്കരിക്കണം അതുപോലെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരുന്ന കുട്ടികള് ഇതുപോലെ ജോലി സ്ഥലത്തുനിന്നും വരുന്ന കുട്ടികളൊക്കെ അപ്പൊ അവർക്കൊക്കെ പൂർത്തീകരിച്ച് തന്നെ നമസ്കരിക്കണം ബിക്കോസ് അവരൊക്കെ എന്താണെന്ന് വെച്ചാല് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവര് വീട്ടുകാരാണ് അല്ലെ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചോദ്യം യാത്രയിലായിരിക്കെ നമ്മളിപ്പോ അസർ വക്തില് ഒരു പള്ളിയിലെത്തി വിചാരിച്ചോളി പള്ളിയിലെത്തിയപ്പോ നമ്മൾ ആദ്യമേ ലൊഹറും അസറും ജമ ചെയ്ത് നമസ്കരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് വിചാരിച്ചോളി അപ്പൊ ആ പള്ളിയിൽ നല്ലൊരു ജമാഅത്ത് നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ അതല്ല നമ്മൾ ഏതെങ്കിലും വീട്ടിലേക്ക് വിരുന്ന് പോരുകയാണ് എവിടെങ്കിലും ഒരു മരിച്ച വീട്ടിൽ നമ്മൾ എന്തെങ്കിലും സ്വന്തം അപ്പൊ അവിടെ കുറെ ആളുണ്ട് മരിച്ച വീട്ടിൽ തന്നെ ആയിരിക്കും അധികം ജമാഅത്തായിട്ട് ഒന്നായിട്ട് നിസ്കരിച്ച കുറെ ആളുണ്ടാവില്ല അപ്പൊ നമ്മൾ നിസ്കരിച്ചിട്ടാ വരുന്നതെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ അവരോടൊപ്പം വേണമെങ്കിൽ അല്ല പള്ളിയിലാണെങ്കിൽ നിർബന്ധമായിട്ട് കൂടണമെന്നാ പറയുന്നത് പള്ളിന്റെ പുറത്തിരിക്കുകയാണെങ്കിൽ അത് വേണ്ട അപ്പൊ അതുപോലെ നമ്മളെ കുടുംബക്കാരെല്ലാം കൂടെ ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് അവരോടൊപ്പം നിസ്കരിക്കാം പൂർത്തീകരിച്ച് നിസ്കരിക്കാം പക്ഷെ അവിടെ ഇളവ് അനുവദിക്കുന്നില്ല കേട്ടോ നമ്മള് പിന്നെ നമസ്കരിച്ചവരാണെങ്കിലും കൂടി നമസ്കരിക്കാം പിന്നെ നമസ്കരിക്കുകയാണെങ്കിൽ പൂർത്തീകരിച്ച് തന്നെ നമസ്കരിക്കണം അതും വേറൊരു സംശയം ഉണ്ടാവും കാരണം നമ്മളിപ്പോ വലിയൊരു സമ്മേളനം നടത്തുക മുജാഹിദ് സമ്മേളനം കണ്ണൂർ വെച്ചാണ് നടക്കുന്നതെന്ന് വിചാരിച്ചോളി അപ്പൊ നമ്മൾ കണ്ണൂർ വെച്ച് നടക്കുമ്പോൾ കണ്ണൂരുള്ള ഇമാമിനാണ് പിന്തുടരുന്നത് അപ്പൊ അദ്ദേഹം അത് 4 നമസ്കരിക്കുന്നത് എങ്കിൽ അയാൾ മുഖീമാണ് അയാൾ കണ്ണൂർക്കാരനാണ് എങ്കിൽ നമ്മളും എന്താക്കണം അയാളോടൊപ്പം 4 തന്നെ നമസ്കരിക്കണം ഇനി നമ്മൾ 2 അയാളോടൊപ്പം കണ്ടിന്യൂ ചെയ്യുന്നെങ്കിലും നമ്മൾ എന്താക്കണം 2 കഴിഞ്ഞിട്ട് പിന്നെയും നമസ്കരിക്കണം കാരണം അവിടെ ആ വ്യവസ്ഥയെ പറ്റുള്ളൂ അതാണ് ഹദീസുകളൊക്കെ വ്യക്തമാക്കുന്നത് ഇനി ഒരു 14-ാമത്തെ ചോദ്യം കസറാക്കുമ്പോഴൊക്കെ ജമ്മ് ആക്കാമോ അതായത് യാത്രയിൽ ജമ്മ് മുസ്തഹബാണ് മുസ്തഹബ് മീൻസ് അനുവദനീയമാണ് അല്ലെ യാത്രക്കാരാണെങ്കിൽ നമുക്ക് ജമ ചെയ്യാം പക്ഷെ വാജിബല്ല നിർബന്ധമില്ല അല്ലെ എപ്പോഴും കസർ വാജിബാണെന്ന് അപ്പൊ യാത്രക്കാർക്കൊക്കെ എപ്പോഴും കസർ വാജിബാണ് പക്ഷെ ജമ്മ് വാജിബല്ല എന്ന് മനസ്സിലാക്കാം അല്ലെ അപ്പൊ യാത്രയിലാകുമ്പോൾ നമുക്ക് ജമ നിർബന്ധമില്ല ജമ ആക്കണമെന്നില്ല അതത് വക്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഉത്തമം ഇതിന് ജമ നിർബന്ധമാകുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഇല്ലാതെ ഇല്ല പിന്നെ 15-ാമത്തെ ചോദ്യം വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ജമ ആക്കാമോന്ന് അല്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് വീണ്ടും
അതായത് നമ്മൾ ലൊഹറിന്റെ സമയത്ത് ലൊഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അവിടെ വെച്ച് ജമ ഇല്ല. അല്ല, ലൊഹറിന്റെ മുമ്പേ ഇറങ്ങുകയാണെങ്കിൽ രണ്ട് നിസ്കാരവും ഇല്ല, ലൊഹറും അസറും ഇല്ല. പക്ഷേ പിന്നെ ലൊഹറിന്റെ ബാങ്ക് കേട്ടിട്ടാണ് ഇറങ്ങുന്നെങ്കിൽ ലൊഹർ നിസ്കരിച്ചിട്ട് ഇറങ്ങിയാൽ മതി. പക്ഷെ അവിടെ അസർ ജമാക്കാനോ കസറാക്കാനോ ഉള്ള വകുപ്പില്ല. പിന്നെ ഇതൊരു നമുക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു പ്രയാസമേറിയ ഒരു ഘട്ടമല്ല. നമ്മൾ ദൂരെ യാത്ര കഴിഞ്ഞ് വരിക, വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 4-5 മണിയൊക്കെ ആവും. നമ്മൾ വല്ലാണ്ട് ടയേർഡാ. അപ്പൊ അസറും ലൊഹറും നമുക്ക് കസറാക്കാമോ, ജമ ആക്കാമോ അല്ലെ? വീട്ടിലെത്തിയാൽ നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം. കാരണം 5 മണി ആകുന്നേ ഉള്ളൂ. അപ്പോഴേ നമ്മൾ വീട്ടിൽ 5 മണി എന്ന് വിചാരിക്കാം കേട്ടോ. പലപ്പോഴും നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ 1/4 മണിക്കൂർ അങ്ങനെ പോകും. കുറച്ച് ബ്ലോക്കിൽ വൈകുന്നേരത്തെ ബ്ലോക്കൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ വിചാരിച്ചാൽ 5 മണിക്കൊന്നും എത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മളൊരു യാത്രയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്താക്കാം, പിന്നെ വീട്ടിലേക്ക് എത്തുന്ന മുമ്പേ തന്നെ വഴിയിൽ വെച്ച് ജമ ആക്കാവോ? അതിന് അള്ളാഹു നമുക്കൊരു ഇളവ്, നഹ്നു മുസാഫിറുൻ, ഞങ്ങൾ യാത്രക്കാരാണ്, അതുകൊണ്ട് പിന്നെ ഈ ആനുകൂല്യം ബ്യൂട്ടിഫുൾ, അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ള ഈ ഡിസ്കൗണ്ട്, അതായത് ഈ ആനുകൂല്യം നമുക്ക് എന്താക്കാം, ഇളവുകൾ സ്വീകരിക്കാം, ആക്സെപ്റ്റഡ് ആണ് അല്ലേ? അതായത് നാട്ടിന്റെ ബോർഡറിൽ എത്തുന്ന മുമ്പേ ജമ്മും കസറും ആക്കണമെന്ന്. ഇപ്പൊ ഞാന് പിന്നെ വയനാട്ടിൽ നിന്നോ അല്ല മൈസൂരിൽ നിന്ന് എവിടെയെങ്കിലൊക്കെ വരികയാണ്, രാവിലെ പോയി യാത്ര ചെയ്ത് ക്ഷീണിച്ചാണ് വരുന്നതെങ്കിൽ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കോഴിക്കോടിന്റെ ബോർഡർ കടക്കുന്ന മുമ്പേ നമുക്ക് എന്താക്കാം, ജമ്മുമാക്കാം കസറുമാക്കാം. മനസ്സിലായല്ലോ അല്ലെ? അതൊരു നല്ലൊരു ഓപ്ഷനാണ്, ഒരു ഇളവാണ്, നല്ലൊരു ഡിസ്കൗണ്ട് ആണ്. അതെല്ലാവരും പഠിച്ചു വെക്കുക അല്ലെ? അപ്പൊ നമുക്ക് വീട്ടിലെത്തിയാൽ നമസ്കരിക്കാൻ സമയമുണ്ടല്ലോ, എന്നാലും പോയി വന്നൊരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്കത് വഴിയിൽ വെച്ച് ജമ്മും കസറുമാക്കി തന്നെ നമസ്കരിക്കാം. അത് അലൗഡാണ്. പിന്നെ ആനുകൂല്യം, ഡിസ്കൗണ്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം അല്ലെ? 2 റക്അത്ത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വീട്ടിലേക്ക് എത്തി തിരിച്ചെത്താനും നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനൊക്കെ സൗകര്യവും സന്ദർഭവും നൽകി അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുവാനായിട്ട് 2 റക്അത്ത് വേണമെങ്കിൽ സുന്നത്ത് നമസ്കരിക്കാം. പിന്നെ നമ്മുടെ പ്രദേശം വിട്ടാൽ മാത്രമേ ജമ്മും കസറും ബാധകമാകുകയുള്ളൂ. അത് നമ്മൾ പോകുമ്പോഴാണെങ്കിലും ശരി, വരുമ്പോഴാണെങ്കിലും ശരി, നമ്മുടെ പ്രദേശം വിടണം അല്ലെ? ലൊഹർ അസർ വരെ. പിന്നെ നമസ്കാരങ്ങൾ എത്ര വരെ നീട്ടാം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതായത് ലൊഹർ അസർ വരെ നീട്ടാം. അസർ മഗ്‌രിബിന്റെ മുൻപേ ആയിട്ട് നമസ്കരിക്കുന്നുണ്ടത് കൊണ്ട് രണ്ടും അത് നമസ്കരിക്കാം. അതുപോലെ ഇശ മഗ്‌രിബ് വരെ നീട്ടാം. മഗ്‌രിബിന് അല്ല, ഇഷാന്റെ സമയം എന്ന് പറയുന്ന അർദ്ധരാത്രി വരെയാണ്. ഇനി അഥവാ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എവിടെങ്കിലും ഹോസ്പിറ്റലിൽ ICUയിൽ അവിടെ അങ്ങനെയൊക്കെ കുടുങ്ങി പോയാൽ സുബ്ഹി വരെ നീട്ടാം. ഈവൻ ദോ അർദ്ധരാത്രിക്ക് മുമ്പേ നമസ്കരിക്കുന്നതാണ് ഏറ്റവും അഫ്ളൽ. അതിനങ്ങോട്ട് നീട്ടാൻ ഉള്ള വകുപ്പ് നിർബന്ധ സാഹചര്യത്തിൽ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരിമാരെ, ഇതൊക്കെ ജമ്മും കസറും ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഇളവുകളും കിലോമീറ്ററും ദൂരവും ഒക്കെ പറഞ്ഞ് ഷോർട്ടാക്കാനും ലോങ് ആക്കാനൊക്കെ പറയുന്ന അള്ളാഹു ഒരിക്കൽ പോലും ഖളാ എന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലെ? നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഖളാ വീട്ടാൻ അല്ലെ? മെൻസസ് ആയവർക്കും നോമ്പില്ലെങ്കിൽ ഖളാ വീട്ടാം. നോമ്പിന് പല പ്രശ്നങ്ങൾ കാരണം റമളാൻ മാസത്തിൽ നോമ്പ് നോക്കാത്തവർക്കും ഖളാ വീട്ടാം. പക്ഷെ ഈ നമസ്കാരം ഇങ്ങനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാലുവാക്കി പറഞ്ഞതിൽ ഒരിക്കൽ പോലും ഖളാ എന്നൊരു വിഷയമേ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ഒരാള് സെൽഫായിട്ട് നമസ്കരിച്ചു, ഒറ്റക്ക് നിസ്കരിച്ചു, പിന്നെയാണ് ജമാഅത്ത് കണ്ടത് അല്ലെ? നസായി അദ്ദേഹത്തിന്റെ സുനനു കുബറയിൽ പിന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ പുറകിൽ ഇരിക്കുന്നതായിട്ട്, കുറച്ച് 2 പേര് പുറകിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ സഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ റസൂലായ ആണുങ്ങളോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തായി നിസ്കരിച്ചില്ല? നമ്മൾ ചോദിക്കല്ലോ അല്ലെ? മാക്കുമാ തുസല്ലിമാന, നിങ്ങൾക്ക് 2 പേർക്കും എന്ത് പറ്റി? നമ്മളെപ്പരം നിസ്കരിച്ചുകൂടേനോ? ജമാഅത്തല്ലേനോ? അപ്പം യാ റസൂലല്ലാ ഇന്ന ഖദ് സല്ലൈന അൻ റിഹാലിന, യാ റസൂലേ ഞങ്ങൾ നമസ്കരിച്ചു, ഞങ്ങൾ യാത്രക്കാരാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫല ഫസല്ല മാക്കും,
അവരുടെ കൂടെ നിങ്ങൾക്കും കൂടിയാൽ, അതായത് നിങ്ങളെ ഫർള് നിങ്ങൾ ആദ്യമേ നമസ്കരിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് ഇത് സുന്നത്തായി പരിഗണിക്കും. ഫൈനലക്കും നാഫിലൻ, ഇത് നിങ്ങൾക്കൊരു സുന്നത്തായി പരിഗണിപ്പിക്കപ്പെടുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് നമസ്കരിക്കാമായിരുന്നു. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാര ശേഷം പള്ളിയിൽ രണ്ടാളെ കണ്ടപ്പോ ഓരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് നമ്മളോടൊപ്പം നമസ്കരിച്ചൂടെയിരുന്നോ അല്ലേ? മനക്കുമാ തുസല്ലിമാന, നമ്മളെപ്പുറം നിസ്കരിക്കാണ്ട് നിൽക്കാൻ എന്താ കാരണം, നിങ്ങൾക്ക് നിസ്കരിച്ചൂടേനോന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, യാ റസൂലല്ല, നമ്മളെ ഇന്നീ റാഹിൽ, ഞങ്ങൾ യാത്രക്കാരാണ് നബിയെ, ഞങ്ങൾ നിസ്കരിച്ചിട്ടാ വരുന്നത്. അന്നേരം നബി പറഞ്ഞു, നിങ്ങൾക്ക് കാല തഫല ഫസല്ലാമാക്കും, ഞങ്ങളെ ഉടൻ നമസ്കരിക്കാമായിരുന്നു. അപ്രകാരം നിങ്ങൾ നമസ്കരിച്ച, മുൻപ് നമസ്കരിച്ചത് ഫർളും ഇപ്പം നമ്മളപ്പുറം നാഫിലായ നമസ്കാരമായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അസറിന് മുൻപേ നമസ്കരിക്കാമോ, അതും പള്ളിയിൽ വെച്ച്. ഇപ്പൊ നമ്മളൊരു പള്ളിയിൽ ജമാഅത്തിന് വന്ന്, അപ്പൊ അവിടെ അസർ ജമാഅത്താ നമസ്കരിക്കുന്നത്, ഞാനാണെങ്കിൽ ളുഹർ നമസ്കരിച്ചിട്ടും ഇല്ല അല്ലെ, എങ്കിൽ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിന്റെ ഉത്തരവും ഇവിടെ ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കണം, ആദ്യം ഇമാമ് അസറിന് നെയ്യത്ത് വെച്ച് കൈവെട്ടുമ്പോ നമ്മൾ ളുഹറിനായിരിക്കണം നെയ്യത്ത് വെക്കേണ്ടത്. നമസ്കാരത്തിൽ തർത്തീബ് നിർബന്ധമാണ്, ഉളുവിനെ പോലെ തന്നെ അല്ലെ. ഉളുവിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുകൊണ്ടല്ലാണ്ട് നമുക്ക് കേൾക്കാൻ കുഴപ്പമുണ്ടോ അല്ലെ? കൈ കഴിഞ്ഞ് മുഖം കഴിഞ്ഞ് അങ്ങനെ ഓരോ അവയവവും നബിന്റെ തർത്തീബ് അനുസരിച്ച്, അതുപോലെ തന്നെ നമസ്കാരവും നമ്മൾ അസർ സമയത്ത് പള്ളിയിൽ വന്ന് എല്ലാവരും ജമാഅത്തായിട്ട് അസറിന് കൈകെട്ടുമ്പോൾ നമ്മൾ എന്താക്കണം, അതേ ജമാഅത്തിൽ ളുഹറിനാണ് കൈകെട്ടേണ്ടത് അല്ലെ. അങ്ങനെ അതുപോലെ തന്നെ ഒരു ഇഷാക്ക് പെട്ടുപോയാലും നമ്മൾ മഗ്‌രിബായിരിക്കണം നമസ്കരിക്കേണ്ടത്. പിന്നെ വീണ്ടും പറയുന്നു, ഒരു യാത്രക്കാരന്റെ ഇളവാണ്, നമ്മൾ എവിടെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ ജമ്മും കസറാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാമോ? ഓക്കെ, അങ്ങനെ നമസ്കരിക്കാം. വീട്ടിലെത്തുന്നതിന്റെ മുമ്പേ, നമ്മുടെ നാടിന്റെ ബോർഡർ എത്തുന്നതിന്റെ മുമ്പേ നമുക്ക് ജമ്മു കസറും ചെയ്യാം. ഇതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, ഈവൻ എനിക്ക് പോലും ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചാൽ വന്നാൽ നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും, ബാഗൊക്കെ അവിടെ ഇട്ട് നമ്മളൊന്ന് രണ്ടരക്കാത്ത സ്കെച്ച് ഒന്ന് കിടക്കുകയോ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യായിരിക്കും. അപ്പൊ നിസ്കാരം കഴിഞ്ഞാലില്ലേ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഒരു ഓഫറാണ്, ഒരു പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അപ്പൊ നമുക്ക് നോ പ്രോബ്ലം അത് സ്വീകരിക്കാം. പിന്നെ കപ്പലിലോ കടലിലോ ഒക്കെ ആണെങ്കിൽ അവരുടെ ഹുക്കും എന്താണ്, അതായത് കടലിലും കപ്പലിലൊക്കെ പോണോണ്ടല്ലോ അല്ലെ, അവർക്കും ദേ കാൻ ഓൾസോ ആക്സെപ്റ്റ് ഡിസ്കൗണ്ട് അല്ലെ. ഈ ഡിസ്കൗണ്ട് അവർക്കും കൂടെ അനുവദിച്ചിരിക്കുന്നു. അവർക്കും ഒന്നും കൂടെ പിന്നെ ഈ അനുമതി ഒന്നും കൂടെ സ്ട്രോങ് ആ, കാരണം അവരത് ഭയങ്കര റിസ്കി ഫാക്ടർ ആണല്ലോ അല്ലെ, കടലിലൊക്കെ പോവാന്ന് വെച്ചാല്. അപ്പോൾ ഈ ബി ക്യാൻ ആക്സെപ്റ്റ് ഹാപ്പിലി, സന്തോഷത്തോടെ അത് സ്വീകരിക്കാം. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫിഷിംഗ് ബോട്ടിലൊക്കെ പോവുകയാണെങ്കിൽ, നാവിഗേഷനിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, അതായത് ഷിപ്പ് സംബന്ധമായിട്ടൊക്കെ ഉള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ റിബേറ്റ് സ്വീകരിക്കാം. എല്ലാവർക്കും പള്ളിയിൽ പോകാം. പിന്നെ അപ്പം ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ ഏകദേശം ഇതിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ യാത്രക്കാരെ ഇളവുകളെ കുറിച്ചിട്ടും യാത്രക്കാര് നമസ്കരിക്കേണ്ടതിനെ കുറിച്ചിട്ടും 19 ദിവസം വരെ നമസ്കരിക്കാം, ചില അവസരങ്ങളിൽ 3, ചിലത് യാതൊരു ക്ലാരിറ്റിയും ഇല്ല. ഒരു കുട്ടികൾക്കൊക്കെ സുഖമില്ലാതിന്റെ ഒക്കെ പോകുന്ന ദുബായിലൊക്കെ പോണ ഉമ്മമാരുണ്ടാവില്ലേ, അപ്പൊ അവരെപ്പോഴാ സൂക്കേട് മാറാന്നറിയില്ല, മാറിയാ നമുക്ക് ഇങ്ങോട്ട് പോരാം എന്നുള്ള ഘട്ടങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ വരുന്നത് വരെ അല്ലെ, ഒരു ക്ലിയർ ഇല്ലാത്ത നൃത്തത്തിന് വേണമെങ്കിൽ വരുന്നവരെ നമസ്കരിക്കാം. അതല്ലെങ്കിൽ 19 കഴിഞ്ഞ ശേഷം ആണെങ്കിൽ അങ്ങനെയും നമസ്കരിക്കാം. അങ്ങനെ എപ്പോഴൊക്കെ ജമ്മാക്കാം എപ്പോഴൊക്കെ കസറാക്കാം എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പള്ളിയിൽ പോണ ക്ലാസ് കേട്ടിട്ട് വീട്ടിൽ ചടഞ്ഞു കൂടി ഇരിക്കുന്നവരൊക്കെ ആരെങ്കിലൊക്കെ പള്ളിയിലൊക്കെ പോക്ക് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു അല്ലെ. പിന്നെ പള്ളി ഫണ്ടിന്റെ പോസ്റ്റർ ഓരോരുത്തർ പൈസ അയക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം, കഴിയുന്നത് അല്ലെ. നമ്മളെ ഫാമിലിയിൽ നിന്ന്, നമ്മളെ മിഷ്കാത്ത് യാസീൻ ഗ്രൂപ്പിന്റെ ഫാമിലിയിൽ നിന്നിട്ട് ഈ ഒരു ഓഫറാണ്. നമുക്ക് എല്ലാവർക്കും നാളെ സ്വർഗത്തിൽ ഒരു ഭവനം ലഭിക്കണം അല്ലെ. ഏതായാലും കുറെ സഹോദരിമാർ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ക്യാഷ് മുടക്കും. അപ്പൊ നിങ്ങളാരും കൈകട്ടി നോക്കി നിൽക്കണ്ട, മാക്സിമം നമുക്ക് എല്ലാവർക്കും കൂടി ആ പള്ളിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കാൻ സാധിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.